ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് എൻ്റെ കുളിസി കാണിച്ചു തരാം. ആരുടെയാണല്ലേ? എൻ്റെ പേര് റോക്കി. ഇന്ന് എൻ്റെ വീട്ടുകാരെന്നെ ആദ്യമായിട്ട് കുളിപ്പിക്കാൻ പോകാം. ഈ കുളി എന്ന് കേൾക്കാതല്ലാത്ത സംഭവം എനിക്ക് അത്ര വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇതാണ് എൻ്റെ ഷവർ ജെൽ. ഞാൻ ആദ്യം വിചാരിച്ചത് തിന്നാനുള്ള എന്തോ എന്നാണ്. കാരണം ഇവര് പാപ്പ തന്നോ തിന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വിളിച്ചത്. പിന്നെയാണ് എനിക്ക് ആ ചതി മനസ്സിലായത്. ഇവരതെടുത്ത് എൻ്റെ വീട്ടിൽ തേച്ചു ഗൈസ്. ആൻഡ് തേക്കിലെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര തേക്കിലായിരുന്നു. ബട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഐ ആം ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലും നിങ്ങളെ ഇങ്ങനെയാണോ ഷാമ്പു ഇടുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിച്ചതാ. ഇതൊക്കെ കാണുമ്പോ ഇവർക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെ അത് തേച്ച് കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ ജീവനം കൊണ്ട് ഓടിയാണ്. ഈ പരിപാടി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചേ. അപ്പോഴാണ് എൻ്റെ അച്ഛൻ ഇവിടുത്തെ മീനുകൾക്ക് പാപ്പ് കൊടുക്കാൻ പോയത്. ഈ വബ്ബാരകാരെ ഇവിടെ എത്തിയപ്പോഴേന്ന് നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. നിന്റെ ഒരു ദിവസം ഞാൻ അകത്താക്കും, നീയൊക്കെ സോഫിച്ചോ. അതിൻ്റെ ഇടയിൽ വെറുതെ നടന്ന് എന്നെ പിടിച്ചുകൊണ്ട് തലയിൽ വെള്ളം ഒഴിച്ച് പതപ്പിച്ച് കുളിപ്പിച്ച് എന്നിട്ട് പറഞ്ഞു എന്നോട് പൊക്കോളായി. അപ്പൊ ഞാൻ പോയി എൻ്റെ വർക്കിലേക്ക് കടന്നു. കുറച്ചേരം അവിടുത്തെ പാറ്റേനും പല്ലിനൊക്കെ പിടിച്ചിരുന്നു. ഈ പുല്ലിൽ ഉരുളുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു വിനോദമാണ്. പക്ഷെ എന്തോ എൻ്റെ വീട്ടുകാർക്ക് അന്നത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ കുളിച്ചിട്ട് ഉരുണ്ട പ്രശ്നമാണ് ഗൈസ്. എനിക്കറിയില്ല, എനിക്കന്ന് മനസ്സിലായി. അവരെന്നെ ഓടിത്തി പിടിക്കാൻ നോക്കി. എന്തിന്? മേത്ത് ഇത്തിരി മണ്ണായതാണോ തെറ്റ്? നോക്കൂ, ഇതൊരു തെറ്റാണോ? നിങ്ങൾ പറയൂ. അങ്ങനെ എന്നെ പിടിച്ച് വീണ്ടും മേത്ത് വെള്ളമൊഴിച്ച്. ഇവർക്കെന്താ വയ്യേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മേത്ത് വെള്ളമൊഴിക്കായി? നിങ്ങളുടെ വീട്ടിൽ നിനക്ക് തന്നെയാണോ? അല്ല, എനിക്ക് അറിയാമെങ്കില്ലാത്തോട് ചോദിക്കുക. അതൊക്കെ കഴിഞ്ഞ് അവിടെ വിറച്ച് ചാവായിക്കണ എൻ്റെ അടുത്ത് പറയാൻ ഇപ്പൊ സുന്ദരനായിരുന്നു. എന്താ ഇവരൊക്കെ വേണ്ടേ? അത് കഴിഞ്ഞിട്ട് തന്നെ വെയിലത്ത് കൊണ്ട് ഉണക്കാനിട്ടു. അപ്പൊ ഇത്രയൊക്കെ ഉള്ള എൻ്റെ കുളിസിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായോ? എന്നാ എനിക്ക് ഇഷ്ടായിട്ടില്ല.